ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ ഓഷ്യൻ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? റംസാനാണല്ലോ അല്ലേ? എല്ലാവരും നോമ്പിലായിരിക്കും. അപ്പോൾ ഇതാണ് ക്യാറ്റ്സ് ക്ലോ കേട്ടോ. ക്യാറ്റ്സ് ക്ലോ ഇത് എൻ്റെ വീട്ടിലെ കാഴ്ചയാണ്, വയനാട്ടിലെ. ഞങ്ങളെ മുൻവശത്ത് നിറച്ചും പടർന്നിരിക്കുന്ന കാഴ്ച. ഇതൊന്നുമല്ല കേട്ടോ, ഫുൾ ഇല കാണാതെ ഇത് പൂക്കും ആയി വരുന്നതേ ഉള്ളൂ. കാരണം സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ഇവിടുന്ന് പോയിരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇപ്പോഴുള്ള അവസ്ഥയിൽ ഞാൻ പൂവിട്ടിരിക്കുന്നത് കേട്ടോ. നിറച്ചും മൊട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ മാത്രം കാഴ്ചയല്ല, ഞങ്ങൾ തൊട്ടടുത്ത് പല വീടുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. വയനാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പൂക്കളാണിത്. നാട്ടിൽ കുറവായിരിക്കും, പക്ഷെ നിറഞ്ഞ് പൂക്കും കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. വലിയ വലിയ കൊലകളായിട്ട് ഇതിങ്ങനെ പൂക്കുക. എന്താ പറയുക, ഒന്നും പറയാൻ ഇല്ല. ഞാൻ വീട്ടിൽ താനൂർ കൊണ്ടുപോയി നട്ടിട്ടുണ്ടെങ്കിലും ആ പൂക്കൾക്ക് ഇത്രയധികം വലിപ്പമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് കൊടുക്കുന്നില്ല, കാരണം ഇത്രയും പടർന്ന ഇതല്ലേ, വെള്ളം മാത്രമേ ഉള്ളൂ. നല്ല വെയിലുള്ളിടത്ത് നട്ടിട്ടുണ്ടെങ്കിൽ, വെയിൽ കൊള്ളുന്നിടത്ത് ഫുള്ളായിട്ട് പൂക്കൾ മാത്രമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഈ കാണുന്ന മാത്രമൊന്നുമല്ല, എന്താ കാഴ്ച എന്നറിയാം, നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. അത്ര മനോഹരമായിട്ട് അത് വിരിഞ്ഞിരിക്കുന്നു കേട്ടോ. നിറയെ തേനീച്ചകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കും. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും പലരുടെ വീടുകളുടെ മുകളിൽ, ടെറസിൻ്റെ മുകളിലൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് വിരിഞ്ഞിരിക്കും. ഇത് പല തവണ, ഒരുപാട് വർഷങ്ങളായ ചെടിയാണ്, പക്ഷേ ഇത് പല തവണ ഇത് വെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം റോഡ് പണിക്ക് ഇതിൻ്റെ അടി അടക്കം വെട്ടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ കുറ്റിയിൽ നിന്ന് വീണ്ടും മുളച്ചുണ്ടായി, വീണ്ടും എല്ലാത്തിനെയും അതിജീവിച്ചിട്ട് വീണ്ടും പടർന്നിരിക്കുക. പിന്നെയും അതിനുശേഷം വീണ്ടും റോഡ് കുറച്ചുകൂടി വീതി വിട്ടുമ്പോൾ പിന്നെയും വെട്ടേണ്ടി വന്നു. അതിപ്പോൾ ഈ അടുത്താണ് കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ മുകളിലേക്ക് പടർന്ന കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒരു പാകത്തിന് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് കട്ടിങ്ങുകൾ കഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കുറവുണ്ടാവും. പക്ഷെ നിറയെ മുട്ട കേട്ടോ, അതിമനോഹരമാണ്. ആർക്കും വേണമെങ്കിൽ ഇത് വളർത്താം. പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഇതിൽ പാമ്പ് കയറില്ലേ എന്നൊക്കെ. ഇതിൻ്റെ പേര് ക്യാറ്റ്സ് ക്ലോ എന്നാണ്. കാരണം ഒരു പൂച്ചയുടെ നഖം പോലെയുള്ളൊരു ഭാഗയിലുണ്ട്. ഒരു പക്ഷേ പാമ്പ് പോലെ ഇങ്ങനെ സ്മൂത്തായ തൊലിയുള്ള ചീവളൊക്കെ ഇതിൽ കയറുമ്പോൾ ചിലപ്പോൾ അതിന് മുകളിൽ നമ്മളെ കയ്യിൽ തന്നെ ഇങ്ങനെ പോറി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് കയറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ആളുകളൊന്നും വളർത്തൂലല്ലോ. എന്തായാലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വളർത്തിക്കോളൂ കേട്ടോ. മനോഹരമാണ്.